പിന്നെ മറ്റൊന്നുള്ളതാണ് മാതൃകയായിത്തീരുക. ഇപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചിട്ട് എല്ലാവർക്കും പറയാം, എന്നെ നോക്കി വരൂ, ഫോളോ മീ എന്ന് പറയുമ്പോൾ ഞാൻ സ്വതന്ത്രനല്ല. കാരണം എന്നെ ഫോളോ ചെയ്യാൻ ഞാൻ മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കൽ മാത്രമല്ല, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം മാനിക്കൽ കൂടിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ നേതാവ് അനുയായി ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി എന്തും ചെയ്യാം, അത് നിങ്ങളുടെ കാര്യം. അത് തെറ്റോ ശരിയോ നിങ്ങളെ നിയമം ശിക്ഷിക്കും. ചിലപ്പോൾ നാട്ടുകാർ നിങ്ങളെ കളിയാക്കും. അതിന് ഞാനെന്ത് വേണം? ഇത് പാർട്ടികളൊക്കെ നോക്കാറുണ്ട്. പാർട്ടിക്ക് അത് വലിയ ക്ഷീണമായിപ്പോയി. പാർട്ടിക്ക് ക്ഷീണമാവും. കാര്യം പാർട്ടി പറയുന്നതനുസരിച്ചായിരിക്കും ആളുകൾ ജീവിക്കുന്നത്. അതിൻ്റെ അടിമകളായിരിക്കും, അതിൻ്റെ തൊമ്മികളായിരിക്കും ആളുകൾ. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്ന ചുമതലയും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന രീതിയൊക്കെ പാർട്ടിക്കുണ്ടാവും. പക്ഷെ ഒരു സ്വതന്ത്ര ഇന്ത്യ പ്രസ്ഥാനത്തിൽ അങ്ങനെയില്ല. കഴിഞ്ഞ വർഷം അയ്യൂബ് വേറൊരു പ്രഭാഷകനായിരുന്നു. പുള്ളി ഇതിനേക്കാൾ വലിയൊരു സംഗതിയിലേക്ക് പോയി. ഇസ്ലാമിൻ്റെ കരസ്പർശങ്ങൾ ഏറ്റുവാങ്ങാനെ തിരിച്ചുപോയി. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പറയുന്ന ഇതാണ്, നമുക്കതുമായി ബന്ധമില്ല, അല്ല പുള്ളിയുടെ തീരുമാനമാണ്. പുള്ളി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, നന്നായി വരട്ടെ. ഞാൻ പോസ്റ്റ് ഇട്ടു. അയാളെ ചിന്താസ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം, ഈ മൂന്നെണ്ണത്തിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. അയാളിപ്പോഴും ചിന്താപരമായിട്ട് ചിലപ്പോൾ നിരീശ്വരവാദി തന്നെയായിരിക്കാം. കാരണം അയാളോട് ചോദിച്ചു ഇസ്ലാമിൽ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ വിസർജ്യത്തിൽ എന്താണ് നല്ലത് എന്ന് തിരിച്ചു ചോദിച്ച വ്യക്തിയാണ്. അതിൻ്റെ ഏത് ഭാഗമാണ് നല്ലത് എന്ന് തിരിച്ചു ചോദിച്ച വ്യക്തിയാണ്. അപ്പോൾ അത്ര പെട്ടെന്ന് ഒന്നും പുള്ളിക്ക് മാറാൻ കഴിയില്ല, ചിന്താപരമായി മാറാൻ കഴിയില്ല. പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. പക്ഷെ പുള്ളി പോയപ്പോൾ നമ്മളെന്താ ചെയ്ത്? നമ്മൾ പുള്ളിയെ ആശീർവദിച്ചു. പുള്ളി നമ്മുടെ മുന്നിൽ വന്നിരുന്നെങ്കിൽ, ഡേറ്റ് തന്നിരുന്നെങ്കിൽ നമ്മളൊരു പൗരസ്വീകരണം കൂടി കൊടുക്കുമായിരുന്നു. അതിനുള്ള ഫണ്ടൊക്കെ നമുക്കുണ്ട് അല്ലേ പ്രവീൺ? അത്യാവശ്യം ഒരു പൗരസ്വീകരണം, നാസ്തികത വിട്ട് ഇസ്ലാമിലേക്ക് പോകുന്ന അയ്യൂബ് മൗലവിക്ക് ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. കാരണം നമ്മളുടെ സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യക്തിക്കെതിരെ ഒന്നുമില്ലല്ലോ. വ്യക്തിയുടെ പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് ശരിയാണോ? നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ശരിയാണോ? ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവനെ പുറകെ പോയി വേട്ടയാടാൻ നമ്മൾ പോവില്ല. അവൻ്റെ പുറകെ നടന്ന് കൂക്കി വിളിക്കാനും നീ എന്നാ ഡാഷ് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കാനും പോവില്ല. അത് തന്നെ എല്ലാവരെയും. ഇതിന് പ്രഭാഷകൻ എന്താണ് കൊമ്പുണ്ടോ? ചില പറഞ്ഞു അത് പ്രഭാഷകൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ ഇരിക്കുന്ന ഒരാൾ കയറി പ്രഭാഷണം നടത്തി, അയാൾ പ്രഭാഷകൻ, അത്രേ ഉള്ളൂ. അപ്പുറം ഇപ്പുറം തമ്മിൽ എന്താ വ്യത്യാസം? ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഉസ്താദ് അങ്ങനെ ചെയ്യരുത്, പക്ഷേ മറ്റേ ആൾക്ക് അങ്ങനെ ചെയ്യാം. ഉസ്താദ് കൂടിയ ആളാണ്. ഇവിടെ ഉസ്താദ് ഇല്ല. ഇത് മേളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സംഗതി അല്ല ഇത്. ഈ സമൂഹത്തിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. എന്താണ് ഈ സ്വാതന്ത്ര്യം, എന്താണ് സമത്വം, എന്താണ് ഈ ഇക്വാലിറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ചില പാർട്ടികളിലൊക്കെ ഉണ്ട് ഈ മതനിരാസം എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി മെമ്പേഴ്സിന് മുകളിലുള്ളവർ ചെയ്താൽ മതി എന്ന് പറയുന്ന പാർട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു നിരീശ്വരവാദപരമായ പാർട്ടിയാണ്. പക്ഷെ എല്ലാവരും ആ ഒരു തലത്തിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏരിയ കമ്മിറ്റിക്ക് മേളിലുള്ളവർ മാത്രം മതനിരാസം നടത്തിയാൽ മതി, ബാക്കിയുള്ളവർക്ക് അത്ര കുഴപ്പമില്ല. നേതാവ് അങ്ങനെ അമ്പലത്തിൽ പോകാൻ പാടില്ല. അതൊക്കെ ഉഡായിപ്പാണ്. നിങ്ങളൊരു സ്വതന്ത്ര ചിന്തകനാണെങ്കിൽ, ഒരു നാസ്തികനാണെങ്കിൽ, നിങ്ങൾ കയറി പ്രസംഗിച്ചില്ലയോ, നിങ്ങൾ പോസ്റ്റ് ഒട്ടിച്ചില്ലയോ, നിങ്ങൾ പോസ്റ്റ് ഇട്ടില്ലയോ, നിങ്ങൾക്ക് തുല്യമായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമാണ് ഈ മതനിരാസം എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അതിന് കഴിയാതെ വരാം. അത് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നിങ്ങളെ പുറകെ കുറ്റപ്പെടുത്താനും നിങ്ങളെ ശിക്ഷിക്കാനും അടുത്ത പരിപാടിയിൽ നിന്ന് അവനെ മാറ്റി നിർത്തണമെന്ന് ഒരാൾ പറയാണ്. പഴയ ഊരുവിലക്ക് പോലെ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനോട് താല്പര്യമില്ല, നമുക്കതിനോട് യോജിപ്പില്ല. അങ്ങനെയാണോ അയാൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമ്മൾ പറയും. നമുക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പക്ഷേ അതിൻ്റെ പുറകിൽ ഈ വ്യക്തിയുടെ പുറകെ നടന്ന അയാളെ വെട്ടാനൊന്നും പറ്റില്ല, വെട്ടിയാൽ ജയിലിൽ പിടിച്ചിടും. അതുകൊണ്ട് ആ അമ്മാതിരി വെട്ട്, ബർബൽ ഹിംസ, ലിഞ്ചിങ്,
ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് അതിന് നമ്മൾ തയ്യാറല്ല. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും. അത് മാനിക്കുക. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ഒരാളാണെന്ന് പറയാൻ കഴിയും. നമുക്കങ്ങനെ അറിയാൻ കഴിയും അയാളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തിൽ എന്ന് പറയുകയാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് അങ്ങോട്ട് കയറി വേണേൽ അടിക്കാൻ പറ്റും, പ്രോആക്റ്റീവായിട്ട് വേണമെങ്കിൽ കയറിയാ ഇത് ശരിയല്ല, ഇവിടുത്തെ പ്രാർത്ഥന മൈക്ക് സെറ്റ് നിർത്തറ എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും, അല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. എനിക്കതെല്ലാവരിലും ആരോപിക്കാൻ കഴിയില്ല. എന്നേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ളവരുണ്ടാവാം, എന്നേക്കാൾ മോശം അവസ്ഥയിലുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.